everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 43rd lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about Standard Costing. And in this lecture, we are going to discuss about advantages of Standard Costing, disadvantages or limitations of Standard Costing, behavior consideration in Standard Costing. Standard Costing in the advantages എന്തൊക്കെയാണെന്ന് നോക്കാം. First one, standards set provide yardsticks against which actual costs are compared. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് യാർഡ് സ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യുകയും ആക്ച്വൽ പെർഫോമൻസിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നു. Thus, standard costing helps in exercising cost control and provides information which is helpful in cost reduction. അങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കോസ്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നു, കോസ്റ്റ് റിഡക്ഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. And the second one is analysis of variances will assist to single out inefficiency and locate persons who are responsible for unfavorable variances. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അനാലിസിസ് ഓഫ് വേരിയൻസസ് നടത്തുമെന്ന് പറഞ്ഞു. അനാലിസിസ് ഓഫ് വേരിയൻസസ് ഇൻഎഫിഷ്യൻസി സിംഗിൾ ഔട്ട് ചെയ്യാനും അൺഫേവറബിൾ വേരിയൻസസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ലൊക്കേറ്റ് ചെയ്യാനും, അതായത് ഇൻഎഫിഷ്യൻസി കണ്ടെത്താനും അൺഫേവറബിൾ വേരിയൻസസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ലൊക്കേറ്റ് ചെയ്യാനും അനാലിസിസ് ഓഫ് വേരിയൻസസ് ഹെൽപ്ഫുൾ ആണ്. ദസ് അനാലിസിസ് ഓഫ് വേരിയൻസസ് വിൽ ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഇൻഎഫിഷ്യൻസീസ്. ഈ ഇൻഎഫിഷ്യൻസീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് അനാലിസിസ് ഓഫ് വേരിയൻസസ് വഴി പറ്റും. ഓക്കെ. അനാലിസിസ് ഓഫ് വേരിയൻസസ് വഴി ഇൻഎഫിഷ്യൻസി സിംഗിൾ ഔട്ട് ചെയ്യുകയും അൺഫേവറബിൾ വേരിയൻസസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ആ ഇൻഎഫിഷ്യൻസീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ അനാലിസിസ് ഓഫ് വേരിയൻസസ് വഴി പറ്റും. ഓക്കെ. ദെൻ ദ തേർഡ് വൺ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ക്യാൻ ബി സക്സസ്ഫുള്ളി അപ്ലൈഡ് ബൈ ദി കൺസേൺസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് ഫോളോ ചെയ്യുന്ന കൺസേൺസിന് മാനേജ്മെൻറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന പ്രിൻസിപ്പിള് സക്സസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മാനേജ്മെൻറ്റിന് അതിൻ്റെ ലിമിറ്റഡ് ടൈം ഈ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലേക്കോ ഏരിയാസിലേക്കോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഈ സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് എബോവ് ആയിട്ടോ ബിലോ ആയിട്ടോ ഉള്ള കേസസിൽ, അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് എബോവ് ആയിട്ടോ ബിലോ ആയിട്ടോ ഒക്കെ ഉള്ള ആക്ടിവിറ്റീസോ ഏരിയാസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് മാനേജ്മെൻറ്റിന് അതിൻ്റെ അറ്റൻഷൻ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ ദ ഫോർത്ത് വൺ ഈസ് setting standard require detailed study of various operations so that they may be made efficient. സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിന് വേരിയസ് ഓപ്പറേഷൻസിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി റിക്വയർഡ് ആണ്. സോ ദാറ്റ് ഈ സ്റ്റാൻഡേർഡ്സ് ദേ മേ ബി മെയ്ഡ് എഫിഷ്യൻറ്റ്. ഓക്കെ. ഈ ഒരു മെത്തേഡ് പ്രൊഡക്ഷൻ്റെ മെത്തേഡ്സിനെയും സെയിൽസിൻ്റെ മെത്തേഡ്സിനെയും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കോസ്റ്റ് ലോവർ ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലേബറിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി യൂസ് ചെയ്യണം. അതിനോടൊപ്പം ലേബറിൻ്റെ പെർഫോമൻസിൽ കോൺസിക്വൻറ്റ് ഇംപ്രൂവ്മെൻറ്റ്സും വേണം. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് വാല്യൂബിൾ ഗൈഡൻസ് ടു ദ മാനേജ്മെൻറ്റ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പ്രൈസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിന് പ്രൈസ് ആൻഡ് പ്രൊഡക്ഷൻ പോളിസീസിൻ്റെ ഫോർമുലേഷനിൽ വാല്യുബിൾ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈസ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും പുതിയ പ്രോഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനും ഹയർ ലെവൽസിൽ കോസ്റ്റ് എസ്റ്റിമേറ്റ്സ് ഫേർണിഷ് ചെയ്യാനുമൊക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദ സിക്സ്ത് വൺ ഈസ് യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് നമുക്കറിയാം പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റുകളാണ്. So, it is useful in planning and budgeting and managerial decision making. പ്ലാനിങ്ങിലും ബഡ്ജറ്റിങ്ങിലും മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിലും ഒക്കെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് യൂസ്ഫുൾ ആണ്. ഓക്കെ. ദെൻ ദ സെവൻത്ത് വൺ ഈസ് മേക്സ് ഓൾ ദ എക്സിക്യൂട്ടീവ്സ് കോസ്റ്റ് കോൺഷ്യസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും കോസ്റ്റ് കോൺഷ്യസ് ആക്കുന്നു. അങ്ങനെ അത് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഓൾറൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു.
എല്ലാ എക്സിക്യൂട്ടീവ്സും സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ മോട്ടിവേറ്റഡ് ആണ്. Then the next one is makes the work of valuation of inventory easier. Standard costing ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ്റെ വർക്ക് ഈസിയർ ആക്കുന്നു. ബിക്കോസ് ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്സിനാണ്. ഓക്കെ. ദെൻ ദ നയൻത്ത് വൺ ഇസ് ഇഫക്റ്റീവ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഇഫക്റ്റീവ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പോസിബിൾ ആണ്. ബിക്കോസ് ടോപ്പ് എക്സിക്യൂട്ടീവിന് കൺസേൺഡ് പേഴ്സൺസിൻ്റെ അടുത്ത് അവരെന്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സേഫായിട്ട് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാം. ഓക്കെ. Then the 10th one is enables the management to perform its functions. Standard costing system മാനേജ്മെൻറ്റിനെ അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ്, കോർഡിനേഷൻ, ഓർഗനൈസേഷൻ, മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ ഈ ഫങ്ഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ എനേബിൾ ചെയ്യുന്നു. Then the 11th one is enhances the value of reports. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മാനേജ്മെൻറ്റിന് കൺട്രോളിനും ഡിസിഷൻ മേക്കിങ്ങിനുമായിട്ട് ഇൻഫർമേഷൻ്റെ ഇൻ്റർപ്രിറ്റേഷനുള്ള ഒരു റെഡി മീൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ റെഡി റിപ്പോർട്ട്സിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യുന്നു. ദെൻ ദ 12th വൺ ഇസ് എക്കണോമിക്കൽ മീൻസ് ഓഫ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്രിലിമിനറി വർക്കാണ് ഉള്ളത്. ബട്ട് വൺസ് ഈ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലറിക്കൽ വർക്ക് ഓഫ് കോസ്റ്റിംഗ് ഈസ് കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ക്ലറിക്കൽ വർക്ക് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. ദസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രൊവൈഡ്സ് എക്കണോമിക്കൽ മീൻസ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ. ദെൻ ദ 13th വൺ ഇസ് പ്രൈസസ് ക്യാൻ ബി ഫിക്സ്ഡ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ ബേസിൽ പ്രൈസസ് ഫിക്സ് ചെയ്യാവുന്നതാണ്, പ്രൊവൈഡഡ് ദർ ഇസ് നോ വൈഡ് വേരിയേഷൻ. അവിടെ വൈഡ് വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ. The 14th one is estimation of product cost for tendering purpose becomes easy. When standard costing is in operation, standard costing ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ടെൻഡറിങ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈസിയാണ്. ഓക്കെ. Then the 15th one is helps in achieving standardization of products, operations and processes. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രോഡക്ട്സിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും പ്രോസസ്സസിൻ്റെയും ഒക്കെ സ്റ്റാൻഡർഡൈസേഷൻ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ദെൻ ദ 16th വൺ ഇസ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പർച്ചേസിങ്, പ്രൊഡക്ഷൻ, സെല്ലിംഗ്, അക്കൗണ്ടിങ് ഇങ്ങനെയൊക്കെ ഉള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസ് തമ്മിലുള്ള കോർഡിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ. നമ്മളിപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ആണ്. ദ ഫസ്റ്റ് വൺ ഇസ് ദ ടെക്നിക് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മേ നോട്ട് ബി ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് സ്മോൾ കൺസേൺ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് സ്മോൾ കൺസേൺസിൽ ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് സ്കിൽ റിക്വയർഡ് ആണ്. ദസ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഫിക്സേഷൻ വളരെ കോസ്റ്റ്ലി ആണ്. അതൊരു സ്മോൾ ഓർഗനൈസേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഫിക്സേഷന് കോസ്റ്റ്ലി പ്രോസസ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി നീഡഡ് ആണ്. അതൊരു സ്മോൾ കൺസേണിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ഡിവിഷൻ ഓഫ് വേരിയൻസസ് ഇൻ ടു കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ വേരിയൻസസ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേരിയൻസസിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കൺട്രോളബിൾ വേരിയൻസസ്, അൺകൺട്രോളബിൾ വേരിയൻസസ് എന്നാക്കണം. ബിക്കോസ് ഈ എക്സിക്യൂട്ടീവ്സിനെ അവരുടെ ആക്ഷൻ കൊണ്ട് അറൈസ് ചെയ്യുന്ന കൺട്രോളബിൾ വേരിയൻസസിന് മാത്രമേ റെസ്പോൺസിബിൾ ആക്കാൻ പറ്റൂ. ഓക്കെ. ഈ വേരിയൻസസിനെ ഡിവൈഡ് ചെയ്ത് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ വേരിയൻസസ് ആക്കുന്നത് ആ ഒരു ഡിവിഷൻ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഓക്കെ. Then the third one is the technique of standard costing may not be very effective in the industries which deals with non-standardized products and the jobs. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സും ജോബ്സും ഒക്കെ ഡീൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഇഫക്റ്റീവ് ആയിരിക്കില്ല. ഈ നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സും ജോബ്സും ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കേസിൽ ആക്ച്വൽ റിസൾട്ട്സുമായിട്ട് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ ഫ്രീക്വൻ്റ് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ.
And the fourth one is, it is very difficult to establish standard costs of material, labor and overhead. മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ ചിലപ്പോഴൊക്കെ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ളതും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അത് ബെനഫിറ്റിനേക്കാൾ കൂടുതൽ ഹാംഫുൾ ആയിരിക്കും. ബിക്കോസ് അവിടെ റോങ് യാർഡ് സ്റ്റിക്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ്സ് വളരെ ഹൈ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നോൺ അച്ചീവ്മെൻറ്റ് ഓഫ് റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് എംപ്ലോയീസിൻ്റെ ഇടയിൽ ഫ്രസ്ട്രേഷനും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടാക്കും. ഇനി സ്റ്റാൻഡേർഡ്സ് ലോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എഫേർട്ടുകളൊന്നും എടുക്കാതെ ആ റിസൾട്ട്സ് അങ്ങ് അച്ചീവ് ചെയ്യും. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ്, ടു മേക്ക് ടെക്നിക് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സക്സസ്ഫുൾ, cooperation of all concerned is required, which may not be there sometimes in the organization due to interdepartmental rivalry. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാവരുടെയും കോപ്പറേഷൻ ആവശ്യമാണ്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ റൈവലറി ഒക്കെ കാരണം സംടൈംസ് ഓർഗനൈസേഷനിൽ ഈ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബിഹേവിയർ കൺസിഡറേഷൻ ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദർ ഷുഡ് ബി ഗോൾ കോൺഗ്രൻസ് ബിറ്റ്വീൻ ദ പേഴ്സണൽ ആൻഡ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗോളിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാനറിൽ ബിഹേവ് ചെയ്യത്തക്ക രീതിയിൽ ഇൻഡിവിജ്വൽസിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടുന്നത്. ദർ ഷുഡ് ബി ഗോൾ കോൺഗ്രൻസ് ബിറ്റ്വീൻ ദ പേഴ്സണൽ ആൻഡ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓക്കെ. Then, specific quantitative targets have a strong motivational approach, but careful consideration should be given to the degree of difficulty represented by targeted figures. സ്പെസിഫിക് ക്വാണ്ടിറ്റേറ്റീവ് ടാർഗറ്റ്സിന് ഒരു സ്ട്രോങ് മോട്ടിവേഷണൽ അപ്രോച്ച് ഉണ്ട്. ബിക്കോസ് ആ ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു മോട്ടിവേഷനുണ്ട്. ബട്ട് ഈ ടാർഗറ്റഡ് ഫിഗേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി, ഈ ടാർഗറ്റഡ് ഫിഗേഴ്സ് അച്ചീവ് ചെയ്യുന്നതിലുള്ള ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടിയും കൂടി കെയർഫുള്ളായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ. പെർഫോമൻസ് മെഷേഴ്സ് ഷുഡ് എൻകറേജ് ഗോൾ കോൺഗ്രുവൻസ്. പെർഫോമൻസ് മെഷേഴ്സ് ഗോൾ കോൺഗ്രുവൻസിനെ എൻകറേജ് ചെയ്യുന്നതായിരിക്കണം. There should be appropriate participation of managers in preparation of budgets. ബഡ്ജറ്റ്സിൻ്റെ പ്രിപ്പറേഷനിൽ മാനേജേഴ്സിൻ്റെ അപ്രോപ്രിയേറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. However, this may result in bias and the same can be avoided by taking a flexible attitude while setting the standards. ഇതൊക്കെ ബയാസിന് കാരണമാകും. ദെൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് ഈ ബയാസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ബിഹേവിയർ കൺസിഡറേഷൻ ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. Hope you all understand about advantages of standard costing, disadvantages or limitations of standard costing, and behavior consideration in standard costing. Thank you.